ഹലോ ഗൈസ്, ഇപ്പം വൈറൽ ബൺ മസ്ക വിത്ത് ഇറാനി ചട്ട അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളിയായിട്ട് ബൺ എടുക്കുക, അടുത്തത് ബട്ടർ, പിന്നെ മിൽക്ക് മെയ്ഡ്. ഈ 3 സാധനം മതി നമുക്ക് അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. വായോ. അപ്പം നമുക്കൊരു പാത്രം എടുക്കാം, എന്നിട്ട് ആ പാത്രത്തിലേക്ക് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വാനില എസൻസും ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇറാനി ചായക്കുള്ള വെള്ളം വെക്കാം. കുറച്ച് വെള്ളം കുക്കറിൽ വെക്കാം. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് 3 ഇടാം. എന്നിട്ട് ചായപ്പൊടി 2 സ്പൂൺ ഇട്ടാം. 2 സ്പൂണായിട്ട് ഇട്ടത് അതിലേക്ക് അത് 2 കൂടെ ഇട്ടിട്ട് അടുപ്പിൽ വെക്കാം. അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബണ്ണ് സെറ്റ് ചെയ്യാം. ഒരു പാൻ എടുക്കാം, അതിലേക്ക് ബട്ടർ കുറച്ചിടുക. എന്നിട്ട് അത് മെൽറ്റാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മെൽറ്റായതിന് ശേഷം ബണ്ണ് അതിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാവും കഴിക്കാൻ. അങ്ങനെ അത് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ, അത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ആ ബണ്ണ് നടുവിലായിട്ട് കീറുക. എന്നിട്ട് അതിൻ്റെ നടുക്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, ആ ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെക്കാം. അടുത്തത് ഇറാനി ചായക്കുള്ള പാൽ വെക്കാം. പാലിൽ ആവശ്യമായ മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇറാനി ചായ സെറ്റാക്കിയാലോ. ഒരു ഗ്ലാസ് എടുക്കാം. അതിൽ നേരത്തെ നമ്മൾ ആക്കി വെച്ച വെള്ളമില്ലേ കുക്കറിൽ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ കടുപ്പത്തിന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തിളപ്പിച്ച പാലില്ലേ, ആ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇറാനി ചായ ഇവിടെ റെഡിയായി. അപ്പം നമ്മൾ ബൺ മസ്കയും ഇറാനി ചായയും റെഡി ആയല്ലോ. അടിപൊളി എന്ന് പറഞ്ഞാൽ മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.